പട്ടയ നടപടികൾ നിർത്തിവെക്കണമെന്ന ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ച് ഉത്തരവിട്ടതിന് ശേഷവും എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ വിസമ്മതിക്കുന്നത് ദുരൂഹമാണെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ജില്ലയിൽ പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തണമെന്നത് CPM തീരുമാനമാണ്. ജില്ലയിലെമ്പാടും വ്യാജ പട്ടയമാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട കർഷകരുടെ അവകാശം നിഷേധിക്കുന്നത് ശരിയല്ല. 1964 റൂൾ അനുസരിച്ച് അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം ലഭിക്കുന്നതിനായുള്ള നിയമ പോരാട്ടം തുടരുമെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ വ്യക്തമാക്കി. 64 റൂൾ അനുസരിച്ച് പിന്നീട് വന്ന 71 ഭേദഗതി അനുസരിച്ചും 1971 മുന്നായി ജില്ലയിൽ കുടിയേറി പാർത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അർഹതയുള്ളവർക്ക് പട്ടയം നൽകി വരുന്ന ആ നടപടി തുടരണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ തരത്തിൽ ഞാനൊരു സത്യവാങ്മൂലം കൊടുത്തതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗപ്രവേശം ചെയ്യുകയുണ്ടായി. സത്യത്തിൽ CPMന്റെ അജണ്ട, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അജണ്ട ജില്ലയിൽ പട്ടയ നടപടികൾ നിർത്തിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാണ്. ഇടുക്കി ജില്ലയിലെ മുഴുവൻ ആളുകളെയും കയ്യേറ്റക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പട്ടയ നടപടികൾ റദ്ദു ചെയ്ത ജനുവരി 10 ആ ഉത്തരവ് പിൻവലിക്കണം എന്നാണ് എൻ്റെ ആവശ്യം.